മോഹൻലാൽ നായകനായി അഭിനയിച്ച മിഥുനത്തിൽ നെടുമുടി വേണു മന്ത്രവാദത്തിനിടെ തേങ്ങ ഉടയ്ക്കാൻ പോകുന്നത് പോലെയാണ് ശശി തരൂർ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇരുന്ന് കാണിക്കുന്നത്. തേങ്ങ ഇപ്പൊ ഉടയ്ക്കും എന്ന് പറഞ്ഞ് പുള്ളി ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഉടയ്ക്കൂല. ആദ്യം പിണറായി സർക്കാർ ഗ്രേറ്റ് എന്നായിരുന്നു തരൂരിന്റെ വാക്കുകൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മോദിയായി. സത്യത്തിൽ എന്താണ് പുള്ളിയുടെ പ്രശ്നം? എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു പാർട്ടിയിലും പോവില്ല. ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പുള്ളി ഒന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. പിഞ്ചു മനസ്സാണ് തരൂരിന്റെ. ജയിച്ചില്ലേലും കുഴപ്പമില്ല, സ്ഥാനാർത്ഥിയായി ഒന്ന് പ്രഖ്യാപിച്ചു കൊടുത്താൽ മാത്രം മതി. അതോടുകൂടി ആ പ്രശ്നം അങ്ങ് മാറും. ഇത് പുള്ളി തേങ്ങ ഉടക്കത്തുമില്ല, ഹൈക്കമാൻഡ് വാ തുറക്കത്തുമില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇതിനിടെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി ഒരാൾ തക്കം പാർത്തിരിപ്പുണ്ട്. മോദി കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയ എടുത്ത് അങ്ങ് കുറിക്കാൻ തുടങ്ങി. ആള് വേറെ ആരുമല്ല, നമ്മുടെ കെ സുരേന്ദ്രനാണ്. പ്രിയപ്പെട്ട ശശി തരൂർ ജി, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നു. ആദ്യം താൻ അതിനെ എതിർക്കുന്നുവെന്ന് പ്രതികരിക്കുകയും ഇപ്പോൾ മോദി ഡിപ്ലോമസിയുടെ വിജയമാണ് റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഉണ്ടായതെന്നും പറഞ്ഞ താങ്കളുടെ നിലപാട് പ്രശംസനീയമാണെന്ന് മാത്രമല്ല, മറ്റു കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ആഗോള ഉയർച്ച നിങ്ങൾ കാണുന്നുവെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ പരാമർശത്തിൽ പണി കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. രാജ്യ തലസ്ഥാനത്ത് നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പരാമർശം. 2022 ഫെബ്രുവരിയിൽ പാർലമെന്റ് ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് താനെന്നും അന്നത്തെ മണ്ടത്തരം താൻ തിരുത്തുന്നുവെന്നും തരൂർ പറയുകയുണ്ടായി. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നു. എന്നാൽ തന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നു എന്ന് ബോധ്യമായി. ഒരേ സമയം റഷ്യൻ പ്രസിഡന്റിനും യുക്രൈൻ പ്രസിഡന്റിനും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട് എന്നതായിരുന്നു ശശി തരൂരിന്റെ പ്രശംസ. തരൂരിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. സത്യം പറഞ്ഞാൽ തരൂരിന് CPM-ന്റെയും BJP-യുടെയും പിന്തുണയുണ്ട്. ഇനി കോൺഗ്രസിന്റെ പിന്തുണ കൂടി കിട്ടിയാൽ മതി. ഇത്രയും ജനസമിതിയുള്ള ഒരു നേതാവ് വേറെയുണ്ടോ? സുരേന്ദ്രൻ സാറിന്റെ പുകഴ്ത്തലൊക്കെ കൊള്ളാം, പക്ഷെ ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം തരൂർ ഒരിക്കലും BJP-യിൽ ചേരില്ല. അതിന് യാതൊരു സാധ്യതയുമില്ല എന്നതാണ് സത്യം. ഹൈക്കമാൻഡിനെ മാക്സിമം പ്രഷർ ചുമത്തിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം. നടന്നില്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്തു പോകുമായിരിക്കും. പുള്ളിക്കാവുമ്പോൾ വിദേശത്ത് ജോലി കിട്ടുക എന്നത് പ്രയാസമുള്ള കാര്യമല്ലല്ലോ. പിന്നെ രാഷ്ട്രീയവും ഇന്ത്യയുടെ ചരിത്രവും അറിയാത്ത രാഹുൽ ഗാന്ധി നേതാവായുള്ള കോൺഗ്രസിൽ നിൽക്കുന്നതിനും ഭേദം പുള്ളി BJP-യിൽ ചേരുന്നതാണ്. ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് ഇതാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനിയും ഇങ്ങനെ അമാന്തിച്ചു നിൽക്കാതെ ആ തേങ്ങയൊന്ന് ഉടയ്ക്കണ്ടേ സ്വാമി.